അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി 5 നാൾ. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ. വോട്ടെണ്ണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തൃശൂർ പൂങ്കുന്നമുതിയ നഗറിൽ സെപ്റ്റിക് മാലിന്യം തട്ടാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. വാഹനം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു. തൃശൂർ SRV സംഗീത കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ. ക്ലാസ് മുറിയുടെ തൂണിൽ വിള്ളൽ വീണു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. കണ്ണാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൌൺസിൽ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. തേവാലി അരവിന്ദാക്ഷന്റെ കൃഷിയിടത്തിലാണ് ആനകൾ വലിയ നാശനഷ്ടമുണ്ടാക്കിയത്. 50ഓളം വാഴകളും തെങ്ങുകളും കവുങ്ങുകളും കുത്തിമറിച്ചിട്ടു. ചെറുകിട കാർഷിക വിളകളും ആനക്കൂട്ടം നശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആനകൾ ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് ആദ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കൃഷി ഓഫീസറും വനപാലകരും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി 5 നാൾ. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെയാണ്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, UP, ബംഗാൾ, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ 57 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് നാളെ ജനവിധി. ചൊവ്വാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന 20 കേന്ദ്രങ്ങളിലെയും സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയും വോട്ടെണ്ണൽ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. സ്ട്രോങ് റൂമുകളുടെ 100 മീറ്റർ അകലെ തുടങ്ങുന്ന ആദ്യ സുരക്ഷാ വലയത്തിൽ സംസ്ഥാന പോലീസിന്റെ കാവലേർപ്പെടുത്തും. 2ാം വലയത്തിൽ സംസ്ഥാന സായുധ സേനയും 3ാമത് കേന്ദ്ര സായുധ സേനയും ഉണ്ടാകും. 24 മണിക്കൂർ CCTV നിരീക്ഷണവും ഉണ്ടാകും. ജീവനക്കാരുടെ 2-3 റാൻഡമൈസേഷൻ തിങ്കളാഴ്ച രാവിലെ 8-നും ചൊവ്വാഴ്ച രാവിലെ 5-നും നടക്കും. ചൊവ്വാഴ്ച രാവിലെ 8-ന് തപാൽ വോട്ടും 8:30-യോടെ AVMലെ വോട്ടും എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന് 707 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 1951 നിയമം അനുശാസിക്കുന്ന വിധം അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാനാണ് നോട്ടീസ് നൽകിയത്. വോട്ടെണ്ണൽ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. തൃശൂർ പൂങ്കുന്നമുതിയ നഗറിൽ സെപ്റ്റിക് മാലിന്യം തട്ടാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇരുട്ടിന്റെ മറവിൽ മാലിന്യം ജനവാസ മേഖലയിലേക്ക് തോട്ടിലേക്ക് ഒഴുക്കാനായിരുന്നു ശ്രമം. എന്നാൽ തോടിന്റെ വശം ഇടിഞ്ഞതോടെ വാഹനം തോട്ടിലേക്ക് മറിയുകയായിരുന്നു. വാഹനം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രദേശവാസികൾ തടഞ്ഞു. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, വാർഡ് കൌൺസിലർ ഡോക്ടർ ആതിര എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുതരമായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ വാഹന ഉടമയിൽ നിന്നും ഭീമമായ പിഴ ഈടാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. തകർന്ന തോട് നവീകരിക്കാനുള്ള നഷ്ടപരിഹാരവും മാലിന്യം തള്ളിയവരിൽ നിന്ന് ഈടാക്കും. കുട്ടൻകുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാലിന്യം കയറ്റിയെത്തിയ വാഹനമെന്നാണ് വിവരം. പ്രദേശത്ത് സെപ്റ്റിക് മാലിന്യം തട്ടുന്നത് പതിവായിരിക്കുകയാണെന്ന് വാർഡ് കൌൺസിലർ ആതിര പറഞ്ഞു. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരു വിട്ടുവീഴ്ച വേണ്ടി വന്നാൽ 2 ലക്ഷം രൂപ വരെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കാനുള്ള ആധികമായി ഇന്നത്തെ പുതിയ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ ആ ആക്ട് പ്രകാരം തന്നെ നടപടി സ്വീകരിക്കും. സ്വീകരിക്കുക മാത്രമല്ല മറ്റു ജനങ്ങൾക്ക് ഇതൊരു മാതൃകയായി കാണണം. ഇനി ഈ വക പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ കാനകളിൽ തട്ടാത്ത വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകും. മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനുള്ള സംവിധാനം കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെടുകയും ഇന്നത്തെ പത്രത്തിനകത്ത് അതിൻ്റെ നമ്പർ അടക്കം ഞാൻ കൊടുക്കും. അടിയന്തരമായ ആൾക്കാരെ ഇടപെടണം. ഇതുപോലെയുള്ള നീച പ്രവൃത്തികൾ ചെയ്യുന്നവരെ തിരിച്ചറിയണം. അവനെ നടപടി ഉണ്ടാകണം. ഞങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ ആതിര വളരെ സജീവമായി തന്നെ ഇതിൻ്റെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് റോഡുകൾ ചിത്രീകരിക്കുന്ന വേദിയിലാണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന എല്ലാ നാശകർഷങ്ങൾക്കും ഉത്തരവാദിത്വം
തൃശൂർ SRV സംഗീത കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. മോഡൽ ഗേൾസ് സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് അപകടഭീതി ഉണർത്തുന്നത്. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്ലാസ് മുറി കെട്ടിടത്തിന്റെ തൂണിൽ വിള്ളൽ വീണത് കെട്ടിടത്തിന്റെ സുരക്ഷയ്ക്ക് വീണ്ടും വെല്ലുവിളിയായി. കോർപ്പറേഷൻ, ജില്ലാ കളക്ടർ, ഉന്നത വിദ്യാഭ്യാസ അധികൃതർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികൾക്കും നേരിട്ട് പരാതി നൽകിയിരുന്നു. യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. 60ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണിത്. സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലാണ് പോകുന്നത്. ഇത് അടിയന്തരമായിട്ട് അധികാരികൾ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗീത കോളേജിൽ 60ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മഴ ശക്തമായതോടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഭയപ്പാടോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സംസ്ഥാനത്തെ മറ്റ് സർക്കാർ കോളേജുകളിലെ വിദ്യാർത്ഥികൾ എല്ലാ സൗകര്യത്തോടെയും പഠിക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നല്ലൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇല്ലാതെയും വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാതെയുമാണ് പഠിക്കുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയിലാണ് ഇന്നും. 2012 സർക്കാർ അടച്ചുപൂട്ടാൻ ഉത്തരവിറക്കിയപ്പോൾ മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സംഗീത സ്കൂളിനെ കോളേജാക്കി ഉയർത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്. TCV തൃശൂർ. കണ്ണാറ്റുപാടം സ്കൂളിന് സമീപം പുലി ഇറങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം. തോട്ടങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. ഞായറാഴ്ച നടത്തുന്ന അടിക്കാട് വെട്ടൽ സമരത്തിന് ആക്ഷൻ കൌൺസിൽ നേതൃത്വം നൽകും. നേരത്തെ കാട്ടാനാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഹാരിസൺ മലയാളം ജുങ്ടോളി തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാമെന്ന തോട്ടം മാനേജ്മെന്റിന്റെ ഉറപ്പ് ഇതുവരെ പാലിച്ചില്ലെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മാനേജ്മെന്റ് പ്രതിനിധികൾ വനംവകുപ്പ് അധികൃതരുടെയും MLA, കളക്ടർ എന്നിവരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയിരുന്നത്. സമയാസമയങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ തോട്ടങ്ങൾ കാടുകയറി കിടക്കുന്നതിനാലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും വനംവകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനംവകുപ്പ് കാട് വെട്ടി തെളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൌൺസിൽ സമരം ചെയ്യുന്നതെന്ന് ചെയർമാൻ VP ഉസ്മാൻ, കൺവീനർ KM ഹൈദർ എന്നിവർ അറിയിച്ചു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയായ അക്കാദമി ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോയി. വ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഒളിവിൽ പോയത്. അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ സസ്പെൻഡ് ചെയ്തിരുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. തുടർന്ന് പ്രേമനെതിരെയുള്ള ഉദ്യോഗസ്ഥയുടെ ലൈംഗിക അതിക്രമ പരാതി കൈമാറിയതിനനുസരിച്ച് വ്യൂർ പോലീസ് ഓഫീസർ കമാൻഡന്റിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ മാസം 18-നും 22-നുമാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും അതിക്രമം നേരിട്ടതെന്നാണ് പരാതിയിൽ പറയുന്നത്. പോലീസ് അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രതിയായ പ്രേമൻ ഒളിവിൽ പോയത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട ലോറി ബൈക്കിലിടിച്ച അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. ബൈക്കിടിച്ച് തെറിപ്പിച്ച ലോറി നിർത്താതെ പോയി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ലോറി പിന്തുടർന്ന് കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപം വെച്ച് പിടികൂടി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ലോറിയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത്. കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചരക്ക് ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡ് വികസനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുൻപ് സ്ഥാപിച്ച മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപം പൊളിച്ചുമാറ്റി. JCB ഉപയോഗിച്ചാണ് സ്തൂപം പൊളിച്ചുമാറ്റിയത്. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI ആനന്ദ്, ചേലക്കര CI T ശശികുമാർ, വടക്കാഞ്ചേരി SI MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ചെറുതുരുത്തി പൊന്നാനി പാതയുടെ വികസനത്തിന്റെ ഭാഗമായാണ് കോടതി വിധിയെ തുടർന്ന് സ്തൂപം പൊളിച്ചുമാറ്റിയത്. ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർ KP ഹരിപ്രസാദ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM വിനീത് എന്നിവർ നേതൃത്വം നൽകി. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും പല സ്ഥലങ്ങളും റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടിക്കാരുടെ സ്തൂപങ്ങളുണ്ടെന്നും ഇത് മാറ്റാൻ വേണ്ട നടപടിയെടുക്കണമെന്നും വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. പെരിഞ്ഞനം 4-ാം വാർഡിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. യമുന ഓഡിറ്റോറിയത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ഒഴുകിപ്പോകാനാകാതെ വെള്ളം കെട്ടിനിൽക്കുകയാണ്. തോടുകൾ കവിഞ്ഞൊഴുകിയുള്ള മലിനജലമാണ് കെട്ടിനിൽക്കുന്നത്. വെള്ളക്കെട്ട് മൂലം ഈ ഭാഗത്തുള്ള വീട്ടുകാർ ദുരിതത്തിലാണ്. ഈ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കാന അശാസ്ത്രീയമായതിനാലാണ് വെള്ളം ഒഴുകിപ്പോകാത്തതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
കുന്നംകുളം കിഴൂർ സ്വദേശിയായ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കിഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ 22 വയസ്സുള്ള ജോണാണ് മരിച്ചത്. കുഴഞ്ഞു വീണതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പെരുമ്പില വാൽത്തറ സ്വദേശിയായ മുഹമ്മദിനാണ് പരിക്കേറ്റത്. തിപ്പല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപമാണ് അപകടം നടന്നത്. കാലിന് ഗുരുതര പരിക്കേറ്റ മുഹമ്മദിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 വർഷത്തോളമായി വൈദ്യുതി സൗകര്യമില്ലാതെ പ്രയാസം അനുഭവിച്ചിരുന്ന നിർധന കുടുംബത്തിന് വീട് വൈദ്യുതീകരിച്ചു നൽകി പഴഞ്ഞി MD കോളേജ് NSS വിദ്യാർത്ഥികൾ. കുന്നംകുളം അഞ്ഞൂർ പാലത്ത് താമസിക്കുന്ന രാജേഷിന്റെ വീടാണ് പഴഞ്ഞി MD കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ചത്. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വൈദ്യുതീകരിക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. കൂലിവേല ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഗൃഹനാഥൻ രാജേഷിന് ഇപ്പോൾ ജോലിയും ഇല്ലാത്ത അവസ്ഥയാണ്. +2 പാസ്സായ മകൾ ആതിരയ്ക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണം പഠിക്കാനും കഴിഞ്ഞില്ല. സഹോദരൻ അക്ഷയ് കുന്നംകുളത്ത് പക്ഷികളെ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. കുടുംബത്തിന് കൈത്താങ്ങാവുകയായിരുന്നു MD കോളേജിലെ NSS യൂണിറ്റുകൾ. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈദ്യുതീകരിച്ച വീടിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ, വാർഡ് കൗൺസിലർ രജി ബിജു, കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സ്വാശ്രയ വിഭാഗ മേധാവി ഡോക്ടർ G രാജീവ്, യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധി ബ്രഹ്മദത്തൻ, യൂണിയൻ പ്രതിനിധി വിനയ്, NSS വിദ്യാർത്ഥി ലീഡർ അബിയ എന്നിവർ സംസാരിച്ചു. നഗരസഭ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് PMAY പദ്ധതി പ്രകാരം നഗരസഭ അവർക്ക് വീട് അനുവദിച്ചത്. പണി പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ അവർക്ക് വൈദ്യുതി എത്തിച്ച MD കോളേജിന്റെ NSS വോളണ്ടിയർമാരോടും അതിന്റെ ഭാരവാഹികളോടും പ്രിൻസിപ്പളോടും അതുപോലെ തന്നെ മാനേജർ അച്ഛനോടും എല്ലാം കുന്നംകുളം നഗരസഭയുടെ നന്ദി അറിയിക്കുകയാണ്. TCV കുന്നംകുളം. പുത്തൂർ വെട്ടുകാടിൽ ശക്തമായ മഴയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണു. ഇരട്ടയംപറമ്പിൽ അജിത്തിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുവരാണ് ഇടിഞ്ഞു വീണത്. ഹോട്ടൽ ജീവനക്കാരനാണ് അജിത്ത്. ഡെങ്കിപ്പനി ബാധിച്ച അജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭാര്യയും 3 പെൺമക്കളുമാണുള്ളത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും വീട് ലഭിച്ചിരുന്നില്ല. തൃശൂർ സിറ്റി പോലീസിന്റെ ഈഗിൾ ഐ എന്നറിയപ്പെടുന്ന SI NG സുവർദ്ധകുമാർ 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി കാക്കിവേഷം അഴിച്ചു. സർവീസിനിടയിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, ലഹരിക്കെതിരായി പ്രവർത്തിക്കുക DGPയുടെ കമാൻഡേഷൻ ഉൾപ്പെടെ 350-ൽ പരം ഗുഡ് സർവീസ് എൻട്രികൾ നേടിയാണ് സുവർദ്ധകുമാറിന്റെ പടിയിറക്കം. ഷാഡോ പോലീസ് ഡ്യൂട്ടിക്കിടയിൽ വെളിയന്നൂർ ഫ്ളാറ്റിലെ മഹേശ്വരി കൊലപാതകം, ജിൻഡോ വധം, മുടിവെട്ടുന്നതിനിടെ ബാർബറെ കഴുത്തറുത്ത കൊലപാതകം, 5 ഇരട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെ 30-ൽ പരം കൊലപാതക കേസുകളെ ചുരുളഴിച്ചത് സുവർദ്ധകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നേട്ടമാണ്. ലഹരിമരുന്ന് വേട്ടയിലും അതിവിദഗ്ധനായിരുന്നു സുവർദ്ധകുമാർ. ലഹരിമരുന്ന് മാഫിയ സംഘത്തെ പിടികൂടുന്നതോടൊപ്പം 500-ൽ പരം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾക്കും സുവർദ്ധകുമാർ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. മാള പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി അവലോകന യോഗത്തിലെ തീരുമാനങ്ങളിൽ നടപടി വൈകുന്നു. VR സുനിൽകുമാർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ജൽജീവൻ മിഷൻ പദ്ധതി ഉദ്യോഗസ്ഥരും കരാറുകാരും നടപ്പാക്കിയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാമെന്ന് ഉറപ്പു നൽകിയത് പാലിക്കാതെ വന്നതോടെ കത്തിലൂടെയും ഫോണിലൂടെയും ജൽജീവൻ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അറിയിച്ചു. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വെട്ടിപ്പൊളിച്ച റോഡ് പുനർനിർമ്മിച്ചിട്ടില്ല. മഴക്കാലമായതോടെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. കടവലൂർ പടിഞ്ഞാറ്റുമുറി സ്വദേശി കോട്ടിലിങ്ങൽ വീട്ടിൽ അക്ഷയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന, കൊലപാതകം, കൊലപാതക ശ്രമം, അക്രമം ഉൾപ്പെടെ 7ഓളം കേസുകളിൽ പ്രതിയാണ് അക്ഷയ്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ കാപ്പ നിയമപ്രകാരം 6 മാസം പ്രതിയെ ജയിലിലടയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു. പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷീൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, റിജിൻ ദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മോട്ടോർ ഉയർത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ കിണറ്റിൽ വീണയാളെ കുന്നംകുളം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. കടവലൂർ സ്വദേശി കളത്തിൽ വളപ്പിൽ അനിൽകുമാറാണ് കിണറ്റിൽ വീണത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. രക്ഷപ്പെടുത്താൻ നാട്ടുകാർ ഏറെ നേരം ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി ചോറ്റുപാറ സ്വദേശി. മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ തിരൂർ ചോറ്റുപാറ സ്വദേശി വേളാശ്ശേരി വീട്ടിൽ നിതിൻ ബാബുവാണ് നാടിന്റെ അഭിമാനമായി മാറിയത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറന്റ് ഓഫീസറായ നിതിൻ മഹാരാഷ്ട്രയിലെ ഷീർധിയിൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 64ാമത് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് മിന്നുന്ന നേട്ടം കരസ്ഥമാക്കിയത്. ഇനി മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. ജോലിയോടൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് പ്രധാന പരിശീലനം. നാട്ടിൽ അവധിക്കെത്തിയാലും വർക്കൌട്ടിനാണ് പ്രാധാന്യം. നാട്ടിൽ വടക്കാഞ്ചേരി, അത്താണി എന്നിവിടങ്ങളിലെ ജിംനേഷ്യങ്ങളിലാണ് പരിശീലനം. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് തന്റെ കരുത്തെന്ന് നിതിൻ ബാബു പറയുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി നമ്മുടെ നാസിക്കിൽ വെച്ച് നടന്ന IBBFF മിസ്റ്റർ ഇന്ത്യ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 100+ കാറ്റഗറി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ തയ്യാറെടുക്കുന്നത് ഇനി വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. അത് നടക്കുന്നത് സെപ്റ്റംബർ 20-ാം തീയതിയാണ്. ഈ പ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്, മുംബൈയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. വളരെ നിസ്സാര സമയമുള്ളൂ, 3-3.5 മാസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുള്ള് പ്രിപ്പറേഷൻ കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. TCV വടക്കാഞ്ചേരി. ലാൻഡേൺസ് മീഡിയയുടെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് TCV സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി അർഹനായി. സാമൂഹ്യ ജീവകാരുണ്യ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് റഷീദ് എരുമപ്പെട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 200-ലധികം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നടത്തിയിരുന്ന പള്ളിപ്പാടം കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെക്കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് മന്ത്രി MP രാജേഷ് ഇടപെട്ട മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടിസം ബാധിച്ച 2 മക്കളെയും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഏയാൽ സ്വദേശി മുരളിയെക്കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് ഏയാൽ ഗ്രാമസഭ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപിച്ച മുരളിയുടെ വീടിന്റെ ആധാരം തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. സമീപകാലത്ത് ഈ 2 വാർത്തകളാണ് അവാർഡിന് പരിഗണിച്ചത്. പ്രമുഖ വ്യവസായി മനുഷ്യാവകാശ സംഘടനാ പ്രസിഡന്റുമായ ഡോക്ടർ അഷ്ലിൽ ബെൽമേൻ റഷീദ് എരുമപ്പെട്ടിക്ക് പുരസ്കാരം സമ്മാനിച്ചു. പ്രഥമ ഓൾ കേരള പ്രൈസ് മണി ആർച്ചറി മത്സരം നാളെ മുണ്ടൂരിൽ നടക്കും. നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന ആർട്ടിമിസ് ഗ്രാൻഡ് ടൂർ ലീഗിൽ വിവിധ ജില്ലകളിൽ നിന്നായി 8 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള 100-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഇന്ത്യൻ ബോ, റീകർവ്, കോമ്പൌണ്ട് എന്നീ റൌണ്ടുകളിലാണ് മത്സരം. സേ സ്പോർട്ട്, ആർട്ടിമിസ് ആർച്ചറി അക്കാദമി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ അബി ജോൺസൺ, റിനി ആന്റണി, ആദിത്യ കാട്ടുകാരൻ, റിച്ചാർഡ് വി മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തൃശൂരിലെ കെമിസ്ട്രി അധ്യാപക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് നേടി വിജയിച്ച ജില്ലയിലെ 8 വിദ്യാർത്ഥികളെയും കെമിസ്ട്രിയിൽ മുഴുവൻ മാർക്ക് നേടിയ 559 വിദ്യാർത്ഥികളെയുമാണ് കെമിസ്ട്രി അധ്യാപക കൂട്ടായ്മ അനുമോദിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് നടന്ന മെറിറ്റ് ഡേ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് കെമിസ്ട്രി ടീച്ചേഴ്സ് ജില്ലാ പ്രസിഡന്റ് GOP റോസാൻഡോ അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ KA മാർട്ടിൻ, അമല മെഡിക്കൽ കോളേജ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ ജോബി തോമസ്, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ TM ലത, പ്രഭാഷ് S കുമാർ, ഡോക്ടർ അബി പോൾ, ഡോക്ടർ TVCG, ലോസ് ലിൻ മാത്യു എന്നിവർ പങ്കെടുത്തു. CBSE അധ്യാപകർക്കായി 35,000 മണിക്കൂർ ട്രെയിനിംഗ് പൂർത്തിയാക്കി തൃശൂർ സെൻട്രൽ സഹോദയ. ഓരോ അധ്യാപകനും 4 ദിവസത്തെ ട്രെയിനിംഗ് ആണ് പൂർത്തിയാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സഹോദയ ഇത്രയും നീണ്ട ട്രെയിനിംഗ് സംഘടിപ്പിക്കുന്നത്. 8 സ്കൂളുകളായി 9 ദിവസം ട്രെയിനിംഗ് നീണ്ടുനിന്നു. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് ട്രെയിനിങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. സിവിൽ സർവീസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിന് മുന്നോടിയായി സഹോദയയുടെ നേതൃത്വത്തിൽ ജൂൺ 22-ന് മാളിൽ ഏകദിന കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. സഹോദയ ചീഫ് പേട്രൺ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ജനറൽ സെക്രട്ടറി PM ഗോപകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാഴാനി വിഷ്ണുമായ ക്ഷേത്ര ഹാളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സമിതി
ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര മഠാധിപതി TV സുരേഷ് നേതൃത്വം നൽകി. ചേലക്കര കുറുമലയിലെ 30 ഏക്കർ കൃഷിയിടത്തിൽ കുഞ്ഞു ഇനത്തിൽപ്പെട്ട നെല്ല് വിത്തുപാകി. പങ്ങാരപ്പള്ളി പാടശേഖര സമിതിയാണ് വിരിപ്പ് കൃഷിക്കായി രംഗത്തെത്തിയത്. എല്ലാ വർഷവും വിരിപ്പും മുണ്ടകൻ കൃഷിയും ഇറക്കുന്ന കർഷകരാണ് പങ്ങാരപ്പള്ളി പാടശേഖര സമിതിയിൽ ഉൾപ്പെടുന്നവർ. വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കുന്നതിനുള്ള വിത്തുപാകൽ ചേലക്കര കൃഷി ഓഫീസർ CR രേഖ നിർവഹിച്ചു. പങ്ങാരപ്പള്ളി പാടശേഖര സമിതി പ്രസിഡന്റ് ദാമോദരൻ ഉണ്ണി, സെക്രട്ടറി PA അച്ഛൻകുഞ്ഞ്, കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രമോഹൻ, വേണുഗോപാലൻ തുടങ്ങിയവർ സന്നിഹിതരായി. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാലയുടെ ഭാരവാഹിയായിരുന്ന NM വേലുക്കുട്ടിയുടെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ NP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം PK കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. സെക്രട്ടറി VS സുബീഷ്, MK ബാബു, NS വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. ജന്മന ഇരുകാലുകളും നഷ്ടപ്പെട്ട നിർധന യുവതിക്ക് ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റ് വീൽചെയർ നൽകി. ദേശമംഗലം മുരുക്കുംകുഴി തെക്കേക്കരയിന്മേൽ രാധാലക്ഷ്മിക്കാണ് ട്രസ്റ്റ് ഡയറക്ടറും ഉണ്ണി മുകുന്ദൻ ഫിലിം കമ്പനി നിർമ്മാതാവുമായ മുകുന്ദൻ വീൽചെയർ നൽകിയത്. ഫാൻസ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് മണികണ്ഠൻ, അനൂപ് എന്നിവർ പങ്കെടുത്തു. 80-കാരിയായ അമ്മ സരോജിനിക്കൊപ്പമാണ് രാധാലക്ഷ്മി താമസിക്കുന്നത്. എൻ്റെ മകൻ്റെ പേരിലുള്ള ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വീൽ ചെയറുകൾ മറ്റ് പല ചാരിറ്റി ആക്ടിവിറ്റീസ് ഞാൻ നടത്തി വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതുപോലുള്ള ആവശ്യക്കാർക്ക് എന്നാലാവുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് കാലത്താണ് ഈ വിവരം അറിഞ്ഞത്. CITUവിന്റെ വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനപ്പറമ്പ് GGLP സ്കൂൾ പരിസരം ശുചീകരിച്ചു. CITU പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KP മദനൻ ശുചീകരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. KCB വർക്കേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി K സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CITU വടക്കാഞ്ചേരി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ KO വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് IK വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TS മധു, KG സുഖദേവ്, MK ഫൽഗുണൻ എന്നിവർ സംസാരിച്ചു. സാധാരണ കേരളീയ സമൂഹത്തെക്കുറിച്ച് ഒരു 10-15 കൊല്ലം മുമ്പ് പറഞ്ഞത് എന്താ, കടുത്ത രാഷ്ട്രീയ അതിപ്രസക്തി രാഷ്ട്രീയ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി 5 നാൾ. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ. വോട്ടെണ്ണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തൃശൂർ പൂങ്കുന്നം മുതിയ നഗറിൽ സെപ്റ്റിക് മാലിന്യം തട്ടാനെത്തിയ ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. വാഹനം തോട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു. തൃശൂർ SRV സംഗീത കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ. ക്ലാസ് മുറിയുടെ തൂണിൽ വിള്ളൽ വീണു. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. അനാറ്റുപാടം സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം. തോട്ടങ്ങളെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.